നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് തൃപ്രയാർ ഏകാദശിയാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഏകാദശിയുടെ ആശംസകൾ നേരാണ് കേട്ടോ. സാധിക്കുന്നവർ എല്ലാവരും തന്നെ ഏകാദശി നോറ്റിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരെയും തൃപ്രയാർ ദേവരെ അനുഗ്രഹിക്കട്ടെ, ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് തൃപ്രയാർ ഏകാദശിയെ കുറിച്ച് തന്നെയാണ് കേട്ടോ. സഫല ഏകാദശി എന്നുള്ള ഒരു പേരും കൂടെ ഈ തൃപ്രയാർ ഏകാദശിക്ക് ഉണ്ട്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരും ഈ ഒരു ദിവസം ഏകാദശി വ്രതം നോറ്റ് കഴിഞ്ഞാൽ. ഈ എല്ലാ ആഗ്രഹങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയപരമായിട്ടുള്ള ആധ്യാത്മിക രീതിയിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിലും എല്ലാം തൃപ്രയാർ ദേവരെ സാധിപ്പിച്ചു തരും എന്ന് പറയാറുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു തൃപ്രയാർ ഏകാദശിയുടെ ഒരു പ്രത്യേകത. ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ് ഈ തൃപ്രയാർ ഏകാദശി, അതായത് സഫല ഏകാദശി. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. തൃപ്രയാർ ദേവരെക്കുറിച്ച്, അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ദശകങ്ങൾ ഏതാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട്. കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ നല്ല സന്തോഷം തോന്നിയിട്ടോ. പലതരത്തിലുള്ള ദശകങ്ങളാണ് ഓരോ ഭക്തരും എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മൾ എങ്ങനെയാണോ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ദശകങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ണിയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ, അതായത് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് അവർക്ക് ബാലലീലകളാണ് ഇഷ്ടം. പിന്നെ 1ാമത്തെ ദശകം ഇഷ്ടപ്പെടുന്നവരുണ്ട്, 100ാമത്തെ ദശകം ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഓരോരോ അവതാരങ്ങൾ, ഇപ്പോൾ നരസിംഹാവതാരം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ ദശകങ്ങളാണ് കമന്റ് ബോക്സിൽ നിറയെ. എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് നമുക്ക് നാരായണിയും സമ്മാനമൊക്കെ ആയിട്ട് നൽകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൃപ്രയാർ ഏകാദശിനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കും കേട്ടോ. നമുക്ക് ആദ്യം തന്നെ അലങ്കാരം പറയണ്ടേ, ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം. അപ്പോൾ നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ടായിരുന്നതേ നമ്മുടെ ഗുരുവായൂരപ്പൻ ആ ബഗപക്ഷിയുണ്ടല്ലോ വധിക്കുന്ന രീതിയിലായിരുന്നു അലങ്കാരമായിട്ടുണ്ടായിരുന്നു. ബഗാസുരവധായിരുന്നു കേട്ടോ. കംസൻ ഭഗവാനെ വധിക്കാനായിട്ട് ഒരു ബഗാസുരനൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു കൊക്കിന്റെ രൂപത്തിലാണ്, ഒരു ഭീമാകാരനായിട്ടുള്ള കൊക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? ഭഗവാനും കൂട്ടുകാരും ബലരാമേട്ടൻ എല്ലാവരും കളിക്കാനായിട്ട് പോകുമല്ലോ, അവിടെ വന്നിരിക്കണേ. ഒന്നും അറിയാത്ത പോലെ തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ വിഴുങ്ങാനായിട്ടേ. ഇതെല്ലാം ഭഗവാൻ അറിയാലോ, ഇത് ആരാണ് ഇവിടെ ഇരിക്കുന്നത്, ഒരു സാധാരണ കൊക്കല്ല എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. അങ്ങനെ അടുത്തേക്ക് പോയ ആ ഒരു തക്കം നോക്കിയിട്ട് ഈ ബഗാസുരൻ ഭഗവാനെ ഒന്ന് വിഴുങ്ങിയത് മാത്രമേ ഓർമ്മ ഉള്ളൂ കേട്ടോ. ഈ കഴുത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തീഗോളം പോലെയാണ്, ചുട്ട് പഴുത്തിട്ടാണ് ഭഗവാന്റെ ദേഹം ഈ കൊക്കിനെ തോന്നിയത്. അങ്ങനെ വേഗം തുപ്പിക്കളഞ്ഞു ഭഗവാനെ. ആ ഒരു നിമിഷം തന്നെ ഭഗവാൻ ഈ കൊക്കിൻ്റെ കൊക്കുണ്ടല്ലോ, ഇതിൻ്റെ വായ ഇങ്ങനെ പിളർന്നിട്ടാണ് ആ ബഗാസുരനെ വധിക്കുന്നത്. വധിച്ചതും മോക്ഷം നൽകി. ഭഗവാൻ ആരെ വധിച്ചാലും മോക്ഷമല്ലേ ലഭിക്കുക. അങ്ങനെ ആ ഒരു ബഗാസുരനെ മോക്ഷം നൽകിയിട്ടുള്ള ഒരു അലങ്കാരം ബഗാസുരവധാണ് ഇന്നലെ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞുണ്ണികൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ എനിക്ക് നിസ്സംശയം വിഴുങ്ങാനായിട്ട് സാധിക്കും, അതിനുശേഷം വിഴുങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ബഗാസുരൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ ഒരു ബഗാസുരനെ മോക്ഷവും നൽകി. അപ്പോൾ അതാണ് ഇന്നലെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ബഗാസുരവധം ചെയ്യുന്ന ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവാനെ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് തൃപ്രയാർ ഏകാദശിയെ കുറിച്ച് പറയാട്ടോ. തൃപ്രയാർ ഏകാദശി എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ്. ചിലപ്പോൾ അത് ഗുരുവായൂർ ഏകാദശിക്ക് മുന്നേ ആയിട്ട് വരും, ചിലപ്പോൾ പുറകിലായിട്ട് വരും. ഗുരുവായൂർ ഏകാദശി വെളുത്തപക്ഷ ഏകാദശിയാണ് കേട്ടോ. തൃപ്രയാർ ഏകാദശി ആണെങ്കിൽ കറുത്തപക്ഷമാണ്. അത് ശൈവ സാന്നിധ്യം കൂടെ വിഗ്രഹത്തിൽ ഉള്ളത് കൊണ്ടാണ് കറുത്തപക്ഷ ഏകാദശിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏകാദശിയുടെ പേര് തന്നെ സഫല ഏകാദശി എന്നാണ് കേട്ടോ. ഞാൻ മുൻപ് പറഞ്ഞില്ലേ, എന്ത് ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും, അത്രയും ശക്തിയുള്ള തൃപ്രയാർ ദേവര്. അപ്പോൾ അതുകൊണ്ടാണ് സഫല ഏകാദശി എന്ന് പറയുന്നത്. ഇപ്പോൾ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആത്മീയപരമായിട്ടുള്ള ആധ്യാത്മിക രീതിയിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിലും. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ കുടുംബകലഹം ഉണ്ടാകുക, ഇപ്പോൾ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിനെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നാണ് പറയാട്ടോ. അത്രയേറെ ശക്തിയുള്ള ഒരു പ്രതിഷ്ഠയാണ് തൃപ്രയാർ ദേവര്. അത് നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണല്ലേ. ചതുർബാഹുവായിട്ടുള്ള ശ്രീരാമചന്ദ്രനാണ് കേട്ടോ തൃപ്രയാർ ദേവരായിട്ടിരിക്കുന്നത്. അപ്പോൾ തൃപ്രയാർ ദേവരുടെ ഏകാദശിയാണ് ഇന്ന്
എല്ലാവരും നോറ്റിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അത്രയേറെ പ്രാധാന്യമുള്ള ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ് ഈ ഒരു തൃപ്രയാർ ഏകാദശി. പിന്നെ അത് വ്രതം നോൽക്കേണ്ട രീതികളൊക്കെ ഞാൻ പല സമയങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ഏകാദശിയുടെ സമയത്ത് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഏകാദശി വ്രതം എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും ഒരുവിധം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഏകാദശി വ്രതം നോൽക്കേണ്ടതെന്നുള്ളത്. അതിൻ്റെ പാരണാ സമയം പറയാം കേട്ടോ. അതായത് നാളത്തെ ദിവസം രാവിലെ 6:30 മുതൽ 8:30 വരെയുള്ള സമയത്താണ് പാരണ വിടേണ്ടത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തോളൂ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അടുത്ത ഭാഗം എന്ന് പറഞ്ഞിട്ട് ഒരു കഥയാണ്, ഒരു മാഹാത്മ്യം പറയുന്നത്. അതായത് തൃപ്രയാർ ഏകാദശിയുടെ, സബല ഏകാദശിയുടെ മാഹാത്മ്യം പറയുന്ന ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഈ ഏകാദശിയുടെ മാഹാത്മ്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഭഗവാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച്. അപ്പം ഇത് പറയുന്നത് പ്രകാരമാണ്. ചമ്പാവതി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു രാജ്യമാണ്. അവിടെ മഹിഷ്മത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിനാണെങ്കിലോ 4 മക്കളുണ്ട്. അതിലും ഏറ്റവും മൂത്ത പുത്രൻ ലുംബകൻ എന്നാണ് കേട്ടോ ആ മൂത്ത പുത്രന്റെ പേര്. അദ്ദേഹം വളരെ ഇപ്പോൾ ദുശാഠ്യമൊക്കെ ഉള്ള അത്ര നല്ല സ്വഭാവമൊന്നുമുള്ള ആളായിരുന്നില്ല. ഇപ്പോൾ ഒരു രാജകുമാരനാണെങ്കിൽ പ്രകാരമാണ് ജീവിക്കേണ്ടത്, അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ കളിച്ച് നടക്കുക, പറഞ്ഞതൊന്നും അനുസരിക്കാതിരിക്കുക, രാജാവ് സ്വന്തം അച്ഛൻ പറയുന്നത് പോലും അനുസരിക്കാതെ ഇങ്ങനെ താന്തോന്നിയായിട്ടൊക്കെ നടക്കുക എന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ മൂത്ത പുത്രൻ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നാട്ടുകാർക്കൊക്കെ പരാതിയാണ് കേട്ടോ. എല്ലാവരും വന്നിട്ട് ഓരോരോ പരാതികൾ ഈ മകനെ കുറിച്ച് രാജാവിൻ്റെ അടുത്ത് ബോധിപ്പിക്കും. അങ്ങനെ രാജാവിന് സഹി കെട്ടിട്ട് ഈ മകനെ എന്ത് ചെയ്തു, രാജ്യത്ത് നിന്ന് പുറത്തേക്കാക്കി. കാരണം അത്രയേറെ അപവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളാണ്, പക്ഷെ അതല്ല, ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത്രയും മോശപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു ഈ മൂത്ത പുത്രനുണ്ടായിരുന്നത്, ലുംബകനുണ്ടായിരുന്നത്. അങ്ങനെ സഹി കെട്ടിട്ട് രാജാവ് എന്ത് ചെയ്തു, ഈ പുത്രനെ രാജ്യത്ത് നിന്ന് പറഞ്ഞയച്ചു. രാജ്യത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാട്ടിലേക്കല്ലേ എത്തുക. അങ്ങനെ കാട്ടിലായിട്ടോ അലഞ്ഞു തിരിഞ്ഞിട്ടുള്ള ജീവിതമാണ്. കാരണം കൊട്ടാരത്തിലുള്ളത് പോലത്തെ സുഖ സൗകര്യങ്ങളൊന്നും കാട്ടിലുണ്ടാവില്ലല്ലോ. സ്വന്തമായിട്ട് തന്നെ ഭക്ഷണം കണ്ടെത്തണം. പിന്നെ യാതൊരുവിധ സുഖ സൗകര്യങ്ങളും ഇല്ല. അപ്പോൾ ഭക്ഷണം കണ്ടെത്താനായിട്ട് ഈ മൃഗങ്ങളെ പക്ഷികളൊക്കെ വേട്ടയാടിയിട്ടാണ് ആ മാംസാഹാരമൊക്കെയാണ് കഴിച്ചിരുന്നത്. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ സുഖ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞതുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഇദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ ശോഷിച്ചിട്ട് വയ്യാതായി. പിന്നെ ഈ ഭക്ഷണം തേടി പോകാനെന്നത് ഇര പിടിക്കുക എന്ന് പറയില്ലേ, അതായത് വേട്ടയാടുക, ഇതിനൊന്നും സാധിക്കാതെ വന്നു. വേട്ടയാടെന്ന് പറഞ്ഞ മൃഗങ്ങളുടെ കൂടെ നല്ല വേഗത്തിൽ അവരുടെ ഒപ്പമൊക്കെ പാഞ്ഞു പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതായി. കാരണം ശരീരം ശോഷിച്ചു തുടങ്ങി, വയ്യാതായി തുടങ്ങി. അങ്ങനെയുള്ള സമയത്ത് ഒരു ദിവസം ഇദ്ദേഹം എങ്ങനെ, നല്ല തണുപ്പൊക്കെയുള്ള സമയമാണല്ലോ, ഇദ്ദേഹം എങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊരു ആൽമരം ഉണ്ട് കേട്ടോ. അവിടെ ആ ആൽമരത്തിന് ഒരു പ്രത്യേക ഒരു ദിവ്യശക്തിയുള്ള ഒരു ആൽമരമാണ്. അതിൻ്റെ ചുവട്ടിലാണ് കിടക്കുന്നത്. കാരണം എങ്ങോട്ടേക്കും പോകാനായിട്ട് വയ്യ, അത്രയേറെ വയ്യാതായിരിക്കണം. പിന്നെ തണുപ്പുണ്ട്. അപ്പം തണുപ്പ് കാരണം ഇവിടെ പുതയ്ക്കാനായിട്ട് കാട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ, കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ. അപ്പം തണുപ്പ് കാരണം അന്ന് ഉറങ്ങാനായിട്ടും ഇദ്ദേഹത്തിന് സാധിക്കണില്ല. അത്രയേറെ തണുപ്പായിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം വിശക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വിശക്കുന്നുണ്ടെങ്കിൽ കൂടെ വേട്ടയാടാനായിട്ട് പോകാനൊന്നിനും സാധിക്കണില്ല, അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. അപ്പം എന്താ ചെയ്തതെന്നറിയോ, അവിടെ പരിസരത്തൊക്കെ നിൽക്കുന്ന പഴങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് അത് അവിടെ വെച്ചു. ഈ ആൽമരത്തിന് ചുവട്ടിലായിട്ട് കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ അത് കഴിക്കാനുള്ള ആ ഒരു ആരോഗ്യം പോലും അപ്പോൾ കഴിക്കേണ്ടെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹത്തിന് അത്രയും വയ്യാതെ തണുപ്പ് കൊണ്ട് അദ്ദേഹം പിന്നെയും അവിടെ കിടന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ മരത്തിന് ഒരു ദിവ്യശക്തി ഉണ്ടായിരുന്നു. ഈശ്വരന്മാരൊക്കെ വസിക്കുന്ന ഒരു മരമായിരുന്നു, ഒരു ആൽമരമായിരുന്നു അത്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ഈ പഴങ്ങൾ വെച്ചപ്പോൾ അത് ഭഗവാന് നേദിച്ചതുപോലെയായി. ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എങ്കിലും അവിടെ സമർപ്പിച്ചപ്പോൾ അത് നേദിച്ചതുപോലെയായി. അങ്ങനെ പിന്നെയും അദ്ദേഹം അവിടെ വിശ്രമിച്ചു. പിറ്റേ ദിവസമായിട്ടോ, ശരിക്കും ഒരു വ്രതം എങ്ങനെയാണ് എടുക്കുക, ഒരു ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ എങ്ങനെയാണോ ഒരു വ്രതം എടുക്കുക, അതേപോലെയാണ് അദ്ദേഹം അന്നത്തെ ഒരു ദിവസം കഴിച്ചു കൂട്ടിയത്. എന്നിട്ട് പിറ്റേ ദിവസം ഉണർന്നിട്ട് അപ്പോൾ കുറച്ചൊരു ആരോഗ്യമൊക്കെ തോന്നി. അദ്ദേഹം ആ ഒരു ഭക്ഷണം, ആ ഒരു പഴങ്ങൾ എടുത്ത് കഴിച്ചു. അപ്പോൾ അത് ഭഗവാന്റെ പ്രസാദമായല്ലോ. അങ്ങനെയാണ് ആ ഒരു ദിവസം അവിടെ ചെലവഴിച്ചത് കേട്ടോ. ആ ഒരു ദിവസം സബല ഏകാദശിയായിരുന്നു. അപ്പോൾ ശരിക്കും യഥാർത്ഥ ഭക്തരെ ഏകാദശി നോൽക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ അതിലൊരു യാതൊരുവിധ വ്യത്യാസവുമില്ല. ഉറങ്ങാൻ പോലും സാധിച്ചില്ല. കാരണം തണുപ്പുകാരനെ പുതയ്ക്കാനൊന്നുമില്ലല്ലോ. ഉറങ്ങുക പോലും ചെയ്യാതെ, ഭക്ഷണം ഒന്നും കഴിക്കാതെ അദ്ദേഹവും ഏകാദശി നോറ്റു. അറിഞ്ഞുകൊണ്ടല്ലാട്ടോ, അറിയാതെയാണ് ആ ഒരു ഏകാദശി നോറ്റത്. ഭഗവാനെ നേദിച്ച ആ ഒരു പ്രസാദം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിന് സബല ഏകാദശി നോറ്റിട്ടുള്ള ആ ഒരു ഫലം ലഭിച്ചു. അങ്ങനെ സഫല ഏകാദശി നോറ്റം ഈ ലുംബകന്റെ മുന്നിലായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് നീ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തിരികെ ആ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടേക്ക് പോകൂ എന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്.
അവിടെ ചെന്നപ്പോൾ തൻ്റെ അച്ഛൻ, അതായത് രാജാവ് ഇദ്ദേഹത്തെ സ്വീകരിച്ചു, എന്നിട്ട് ചക്രവർത്തിയായിട്ട് വാഴിച്ചു എന്നാണ് പറയണത്. പിന്നെ സുഖമായിട്ട് അദ്ദേഹം കുറേ വർഷങ്ങൾ രാജ്യം ഭരിച്ചു. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടു, അതായത് വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ എത്തിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കഥയുടെ അല്ലെങ്കിൽ ഈ ഏകാദശി, സബല ഏകാദശിയുടെ ഐതിഹ്യമായിട്ട് പറയുന്നത് കേട്ടോ. അതാണ് തൃപ്രയാർ ഏകാദശി. അപ്പോൾ ഈ ഒരു ദിവസം വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. ഈ ലുംബകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അതേപോലെ തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അതിൻ്റെ മുൻകാലങ്ങളിൽ ചെയ്തുള്ള എന്തൊക്കെ പാപങ്ങൾ ചെയ്തു, പക്ഷെ അതിൽ നിന്നെല്ലാം മോചനം ലഭിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം തുടർന്ന് ജീവിക്കാനായിട്ട് നയിക്കാനായിട്ട് സാധിച്ചു. അതാണ് ഈ ഒരു സബല ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് പറയുന്നത്. എന്തൊക്കെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടെങ്കിലും, നല്ല ആഗ്രഹങ്ങളാണല്ലോ നമുക്കുണ്ടായിരിക്കുക, അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം നടത്തി തരും. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു തൃപ്രയാർ ഏകാദശിക്ക്, ഈ ഒരു സബല ഏകാദശിക്ക് ഉണ്ട് കേട്ടോ. ഏകാദശി നോൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകാദശി നോൽക്കുന്നതിനോട് ഒപ്പം തന്നെ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നാമം ചൊല്ലുക. നാമം ചൊല്ലിക്കൊണ്ട് വേണം കേട്ടോ ഏത് വ്രതമാണെങ്കിലും നമ്മൾ നോൽക്കേണ്ടത്. അങ്ങനെ നാമം ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നവരുണ്ട്, സാധിക്കാത്തവരുണ്ട്, അവർക്കൊക്കെ നാമം ചൊല്ലാലോ. തൃപ്രയാർ ക്ഷേത്രത്തിൽ പോകാം, അവിടെ പോയിട്ട് തൊഴാം, തൃപ്രയാർ ദേവരെ കാണാം, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ വാങ്ങാം. അപ്പോൾ തൃപ്രയാർ തന്നെ പോകാൻ സാധിക്കാത്തവർ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലോ ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും നമുക്ക് ദർശനം നടത്താം. എന്നിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ചെയ്യുക. പ്രധാനമായിട്ടും നാമം ചൊല്ലുക എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെയാണെങ്കിലും നമ്മൾ നാമം ചൊല്ലുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്തെത്തി എന്നാണ് പറയുക. അങ്ങനെയാണ് ഭഗവാന്റെ കൂടെ ആയിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പീരീഡ്സിൻ്റെ സമയത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീരീഡ്സ് ഉള്ളവർക്കും വ്രതം എടുക്കാം, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. പിന്നെ പുല വാലായ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ഷേത്രത്തിൽ പോകാനായിട്ട് സാധിക്കില്ല, പക്ഷെ വ്രതം എടുക്കാം കേട്ടോ, അതെടുക്കാമെന്നാണ് പ്രത്യേകത. പിന്നെ പുലയൊക്കെയുള്ള സമയത്ത് ആ കർമ്മങ്ങൾ ക്രിയകൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പാടില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. അവരൊഴികെ ബാക്കി എല്ലാവർക്കും വ്രതം എടുക്കാം, ഏകാദശി വ്രതം എടുക്കാം, ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഭഗവാനോട് കൂടെ ആയിരിക്കാം. അപ്പോൾ ഏകാദശി വ്രതം നോറ്റിട്ടുള്ളവർ നന്നായി തന്നെ അത് പൂർണ്ണമാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരെയും അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് തൃപ്രയാർ ദേവരെ കുറിച്ച് പറയാം. തൃപ്രയാർ എന്നുള്ള ഒരു പേര് എങ്ങനെയാണ് ലഭിച്ചതെന്നും കൂടെ ഒന്ന് സൂചിപ്പിക്കാം കേട്ടോ. അതായത് ഈ വാമനാവതാരത്തിൻ്റെ ഒരു സമയത്ത് ആ ഒരു വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായിട്ട് രൂപമെടുത്തപ്പോൾ ഒരു പാദം സത്യലോകത്തേക്ക് എത്തി. അങ്ങനെ അവിടെ ബ്രഹ്മാവ് ആകെ പരിഭ്രമിച്ചിട്ട് തൻ്റെ കമണ്ഡലുവിലുള്ള ആ ഒരു തീർത്ഥം കൊണ്ട് ആ പാദങ്ങളെ, ഭഗവാന്റെ പാദങ്ങളെ അഭിഷേകം ചെയ്തു എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു അഭിഷേക ജലത്തിൻ്റെ കുറച്ച് ഭാഗം ഭൂമിയിലേക്ക് പതിച്ചു. അതാണ് തൃപ്രയാറായത്. അതായത് ഭഗവാന്റെ തിരുപാദങ്ങളെ അഭിഷേകം ചെയ്ത കഴുകിയ ആറ്, അങ്ങനെയാണ് തിരുപ്പാതയാറ് പിന്നീട് തൃപ്രയാറായിട്ട് മാറിയെന്ന് ഒരു ഐതിഹ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് ഒന്ന് മീനൂട്ടാണ്, പിന്നെ ഒന്ന് കഥന വഴിപാടാണ്. സാധാരണയായിട്ട് ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഈ ഒരു വെടി വഴിപാടുള്ളത്, പക്ഷേ ശ്രീരാമസ്വാമിയുടെ ഈ ക്ഷേത്രത്തിലും കൂടെ വെടി വഴിപാടുണ്ട് കേട്ടോ. ഗർഭസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, ശബ്ദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ ഒരു വഴിപാട് നടത്തി കാണാറുണ്ട്. പിന്നെ മീനൂട്ട് എന്ന് പറഞ്ഞല്ലോ, അത് ഭഗവാന്റെ മത്സ്യാവതാര രൂപത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വഴിപാടാണ്. അതായത് ഈ മീനുകൾക്ക്, മത്സ്യങ്ങൾക്ക് അന്നം നൽകിക്കഴിഞ്ഞാൽ, ഭക്ഷണം നൽകിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനായിട്ട് ഭഗവാൻ മത്സ്യാവതാര രൂപത്തിൽ വരും എന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ട് കേട്ടോ. അതാണ് മീനൂട്ട് എന്നുള്ള വഴിപാടിൻ്റെ ആ ഒരു പ്രത്യേകതയായിട്ട് പറയണത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് തൃപ്രയാർ ദേവരെ കുറിച്ചിട്ടും തൃപ്രയാർ ഏകാദശിയെ കുറിച്ചുമൊക്കെ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഭക്തരുടെ കുറച്ചു സംശയങ്ങൾ കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വൈബ്സ് ഓഫ് സായി എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മുടി ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അഴിച്ചിട്ടിട്ട് ചെയ്യാനായിട്ട് പാടില്ല എന്ന് എൻ്റെ വീഡിയോൻ്റെ ചൂടായിട്ട് ഒരു കമൻറ്റ് കണ്ടു കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ മുടി ഇങ്ങനെ ഇട്ടിട്ടാണല്ലോ പറയാറ്, പക്ഷെ അത് അഴിച്ചിടാറില്ല കേട്ടോ, അതിന് തുമ്പ് കെട്ടിയിടാറുണ്ട്. അത് പുറകുവശം കാണാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സംശയമുള്ളത്. പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്താണെങ്കിലും മുടി അഴിച്ചിട്ടിട്ട് പോകരുതെന്ന് പറയും. അത് എൻ്റെ അടുത്തൊരു അമ്മ എല്ലാവരുടെ അടുത്തും പറയാനായിട്ട് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രാദേശികത്തിൽ തൊഴുന്ന അമ്മയാണ്. കുറച്ച് കാര്യങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട്, പലരും അറിയാതെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുമെന്നും കൂടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ വീഡിയോയിൽ കൂടെ പറയുകയാണെങ്കിൽ അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടുന്നു പറഞ്ഞതുകൊണ്ട് പറയാണ് കേട്ടോ. മുടി അഴിച്ചിട്ടിട്ട് ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് പാടില്ല എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും ഇങ്ങനെ മുടി ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കും. ക്ഷേത്രത്തിൽ കയറിയാൽ പിന്നെ മുടിയിൽ തൊടരുത്, അതാണ് പറയുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും അതെ ആൺകുട്ടികൾക്കും അങ്ങനെ ഒരു ശീലമുണ്ട്. എപ്പോഴും ഇങ്ങനെ മുടി ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കും.
പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പറയും. കാരണം നമ്മുടെ കൈ കൊണ്ട് തൊടരുത്. ഇപ്പോൾ ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുടിയൊക്കെ തൊട്ടിട്ട് ആ കൈ കൊണ്ട് നമ്മൾ സമർപ്പിക്കരുതെന്ന്. അതുകൊണ്ടാണ് മുടി തൊടരുതെന്ന് പറയണത്. പിന്നെ നഖം കടിക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ. ചില കുട്ടികൾ ഇങ്ങനെ കാണാത്രേ, എപ്പോഴും ഇങ്ങനെ നഖം കടിച്ചിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ അശുദ്ധമാവും. എന്നിട്ട് നമ്മൾ ആ കൈ കൊണ്ടല്ലേ ഭഗവാനെ സമർപ്പിക്കുക. അപ്പോൾ ഈ മുടി തൊടരുത്, നഖം കടിക്കരുത്, ഇതൊക്കെ അമ്മ പറഞ്ഞു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പുഷ്പങ്ങൾ, ഇപ്പോൾ തുളസി ആണെങ്കിലും ഇപ്പോൾ മുല്ലപ്പൂവാണെങ്കിലും എന്ത് പൂക്കളാണെങ്കിലും നമ്മൾ ഭഗവാന് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ മണക്കരുത്, അതായത് ശ്വസിക്കരുത് എന്ന് പറയാറുണ്ട്. നമ്മളത് മണത്ത് കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിച്ചതുപോലെയാണെന്ന്. അപ്പം നമ്മൾ സ്വീകരിച്ചത് ഭഗവാന് കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് അത് മണത്ത് നോക്കിക്കൊണ്ട് ഒന്നും ഭഗവാന് സമർപ്പിക്കരുത്. അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുള്ളത് വേറൊരു അമ്മയാണ്. അത് നാലമ്പലത്തിനകത്ത് തൊഴുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അറിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, അവിടെ ധാരാളം മാലകൾ, നിറമാലകളൊക്കെ ചാർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഭഗവാന് ചാർത്തിയതാണെങ്കിലും അതിൽ നിന്നൊക്കെ, ഇപ്പോൾ തുളസിമാലയൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ഈ തുളസി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കരുതെന്ന് പറയാറുണ്ട്. ഭഗവാന് ചാർത്തിയതിൽ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അത് എടുക്കരുതെന്ന് പറയാറുണ്ട്. പിന്നെ ഹനുമാന്റെ അവിടെ തുളസി ഇതുപോലെ വെറ്റില മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ടായിരിക്കും. കുങ്കുമം കൊണ്ട് ഭക്തരെ അഭിഷേകം ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് മാലയിൽ നിന്ന് എടുക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ ഈ കുങ്കുമം അഭിഷേകം ചെയ്തതെന്ന് അവിടെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്. ഈ അഭിഷേകം ചെയ്ത ആ കുങ്കുമം അവിടെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും. അതിൽ നിന്ന് എടുത്ത് തൊടാനായിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകൾ പൊതുവെ ഹനുമാന്റെ ആ ദേഹത്ത് തൊടരുതെന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷെ അത് അറിയാത്തവരുണ്ട്. അപ്പോൾ അറിയാത്തവരായിരിക്കും തൊടുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, എന്നാലും അവരെ തൊടുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തൊടരുത്, ദേഹത്ത് തൊടരുതെന്ന് പറയാറുണ്ട്. പുരുഷന്മാർ തൊട്ടത് കൊണ്ട് വിരോധമല്ല, അഭിഷേകം ചെയ്യാം. അതും അവിടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നിർബന്ധമായിട്ടൊന്നല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഓരോ ഭക്തരുടെ വിശ്വാസമാണ്. പക്ഷെ ദേഹത്ത് തൊടരുത് എന്ന് പറയാറുണ്ട് കേട്ടോ. നമുക്ക് കുങ്കുമം അവിടെ നിന്ന് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ചുവടെയുള്ള ആ ഒരു ട്രേയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് അമ്മമാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്നവരുടെ അറിവിലേക്കായിട്ട് അതുകൂടെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് രശ്മി കെ എന്നൊരു ഭക്തയാണ് കേട്ടോ. ശയന പ്രദക്ഷിണം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അടിപ്രദക്ഷിണം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പലർക്കുള്ളൊരു സംശയം തന്നെയാണ്. മുൻപൊരിക്കൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് പറയേണ്ടത്, നമുക്കൊന്നിനും പകരമായിട്ട് ഇല്ല എന്നാണ് പറയുക. നമ്മൾ എന്ത് വഴിപാട് ഭഗവാന് നേർന്നാലും അത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ ശയന പ്രദക്ഷിണമാകുമ്പോൾ അത് കുറച്ചും കൂടെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു, അതായത് നമുക്ക് കുറച്ചും കൂടെ ഒരു ആരോഗ്യത്തോടെ ചെയ്യേണ്ടതാണ്. നന്നായി ക്ഷീണം വരൂലേ, നല്ല ആരോഗ്യമില്ലാത്തവരെ ശയന പ്രദക്ഷിണം ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി കൂടെ നമ്മൾ കണക്കിലെടുക്കണം കേട്ടോ. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തെ നല്ല ആരോഗ്യത്തോടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. പ്രത്യേകിച്ച് അസുഖങ്ങളും ഉണ്ടായിരിക്കില്ല. ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഈ അടുത്ത ഒരു അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡിന് വേണ്ടി, കുറച്ച് പ്രായമായിട്ടുണ്ട് കേട്ടോ രണ്ടുപേർക്കും. അങ്ങനെ ശയന പ്രദക്ഷിണാണ് നേർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലം ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറയും അതിന് ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്. ഡോക്ടർ പറഞ്ഞു ഇത് ശയനപ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വഴിപാട് നടത്തണമെന്നവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ശയനപ്രദക്ഷിണമായിട്ട് ചെയ്യാനായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അവരെ അനുവദിക്കുന്നില്ല. അപ്പോൾ പകരം അടിപ്രദക്ഷിണം ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാം എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഭഗവാനല്ലാതെ മറ്റാർക്കും അറിയാം അല്ലേ. നമ്മുടെ ശാരീരിക ആ ഒരു പരിമിതികളൊക്കെ ഭഗവാന് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും അടിപ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണം പാടില്ല എന്നേ ഉള്ളൂ. പുരുഷന്മാർക്ക് അടിപ്രദക്ഷിണം പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുരുഷന്മാരാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ ഇപ്പോൾ അടിപ്രദക്ഷിണം ചെയ്യുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അതേപോലെ ചെയ്യുക. ഇനി അതിന് ചെയ്യാനുള്ള ശാരീരിക അവശതകൾ നമുക്ക് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് പറയാം. അതും ഭഗവാൻ അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് ശയനപ്രദക്ഷിണത്തിന് പകരം ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം കേട്ടോ ഭഗവാന്റെ സമ്മതപ്രകാരം അടിപ്രദക്ഷിണം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഗുരുവായൂരപ്പൻ്റെ കലണ്ടറാണ് കേട്ടോ. ഗുരുവായൂർ ദേവസ്വം പുറത്തിറക്കിയിട്ടുള്ള 2026 കലണ്ടറാണ്. ഒരുപാട് വിശേഷ ദിവസങ്ങൾ, ഗുരുവായൂരത്ത് പ്രധാനപ്പെട്ട എല്ലാ വിശേഷങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് പലരും, ഇതിപ്പോൾ ഗുരുവായൂരിലെ കളഭാട്ടം എന്നാണ്, കുചേല ദിനം എന്നാണ്, ഗുരുവായൂർ ഉത്സവം, ഏകാദശി, അതൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. എല്ലാ വിശേഷങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വം കീഴടമായിട്ടുള്ള ക്ഷേത്രങ്ങളിലും വിശേഷ ദിവസങ്ങളുണ്ട്. ഇനി ഇതും ഒന്നുമല്ലാതെ ഒരു വർഷം
വർഷത്തെ എല്ലാ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ മാസവും ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കിട്ടും. ഭഗവാന്റെ തിടമ്പിൻ്റെ, അതുപോലെ സ്വർണ്ണ മണ്ഡപത്തിൻ്റെ, കോലത്തിൻ്റെ എല്ലാം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവായൂരിലെ ദർശന സമയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിശേഷങ്ങളും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഭക്തർക്ക് വാങ്ങിക്കാം. 60 രൂപയാണ് ഇതിന് തുകയായിട്ട് വരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബുക്ക് സ്റ്റോളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ വന്ന് വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ ചെയ്ത് നൽകുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും എല്ലാ ഗുരുവായൂരപ്പ ഭക്തരുടെയും വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ എല്ലാ വിശേഷ ദിവസങ്ങളും അറിയാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2026 കലണ്ടർ വാങ്ങിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാമജപം ഞാൻ എണ്ണിക്കൊണ്ട് വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് കമൻസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നാമജപം എടുത്ത് എണ്ണാനായിട്ട് സാധിച്ചില്ല. അടുത്ത ദിവസം ഇന്നത്തെയും കൂടെ നാമജപം ഒരുമിച്ച് വന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇന്നത്തെ അലങ്കാരവും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.